students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 6th lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about air pollution, and in this lecture, we are going to discuss about water pollution. എർത്തിൽ ഏതൊരു ലിവിങ് ഓർഗാനിസംസിൻ്റെയും നിലനിൽപ്പിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് വാട്ടർ. ഇന്ന് നമ്മുടെ വാട്ടർ റിസോഴ്സസ് ഫേസ് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷനാണ്. ഇറ്റ് ഈസ് എ സീരിയസ് ഇഷ്യൂ. Let us discuss about what is the meaning and definition of water pollution, what are the causes and effects of water pollution, and what are the control measures for water pollution. Water pollution meaning. Water pollution refers to the undesirable change occurring in water which may harmfully affect the life activities of man and domesticated species. വാട്ടറിൽ ഒക്കർ ചെയ്യുന്ന അൺഡിസൈറബിൾ ഓർ അൺസ്യൂട്ടബിൾ ചേഞ്ചിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് അൺഡിസൈറബിൾ ചേഞ്ച്, ഈ അൺഡിസൈറബിൾ ചേഞ്ച് മാൻ ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസ് തുടങ്ങിയ ലിവിങ് ഓർഗാനിസംസിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസിനെ ഹാർംഫുള്ളി അഫക്റ്റ് ചെയ്യുന്നു. വാട്ടർ പൊല്യൂഷൻ ഡെഫിനിഷൻ. വാട്ടർ പൊല്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രസൻസ് ഓഫ് സം ഫോറിൻ സബ്സ്റ്റാൻസസ് ഓർ ഇംപ്യൂരിറ്റീസ് ഇൻ വാട്ടർ ഇൻ സച്ച് ക്വാണ്ടിറ്റി so as to constitute a health hazard by lowering the water quality and making it unfit for use. സോ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടറിലെ ഫോറിൻ സബ്സ്റ്റാൻസസിൻ്റെയും ഇംപ്യൂരിറ്റീസിൻ്റെയും പ്രസൻസ് ആണ്. ആൻഡ് ഈ പ്രസൻസ് എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റി ലോവർ ചെയ്തുകൊണ്ടും വാട്ടറിനെ യൂസിന് അൺഫിറ്റ് ആക്കിക്കൊണ്ടും ഹെൽത്ത് ഹസാർഡിന് കാരണമാകുന്ന അത്രയും ക്വാണ്ടിറ്റിയിലായിരിക്കും. സോ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഫോറിൻ സബ്സ്റ്റാൻസസിൻ്റെയും ഇംപ്യൂരിറ്റീസിൻ്റെയും വാട്ടറിലുള്ള പ്രസൻസിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോറിൻ സബ്സ്റ്റാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്നും ഇൻക്ലൂഡഡ് ആകുന്ന പദാർത്ഥങ്ങൾ, അതായത് പുറത്തുനിന്നും വാട്ടറിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോസസ് ആൻഡ് ഇഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ദർ ആർ സെവറൽ ക്ലാസസ് ഓഫ് കോമൺ വാട്ടർ പൊല്യൂട്ടൻസ്. ഫസ്റ്റ് വൺ ഇസ് ഡിസീസ് കോസിങ് ഏജൻറ്റ്സ്. ഡിസീസ് കോസിങ് ഏജൻസിൽ വരുന്നതാണ് അൺട്രീറ്റഡ് ഹ്യൂമൻ ആൻഡ് ആനിമൽസ് വേസ്റ്റിൽ നിന്നും ഡൊമസ്റ്റിക് സീവേജിൽ നിന്നും വാട്ടറിലേക്ക് എൻറ്റർ ചെയ്യുന്ന ബാക്ടീരിയ, വൈറസസ്, പ്രോട്ടോസോവ ആൻഡ് പാരാസൈറ്റിക് ഒക്കെ. ആൻഡ് ദി ഇഫക്റ്റ് ഈസ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഹ്യൂമൻ വേസ്റ്റ് ഇൻ വാട്ടർ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ബാക്ടീരിയ വിച്ച് കോസ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസീസസ്. ലാർജ് എമൗണ്ട്സിൽ ഹ്യൂമൻ വേസ്റ്റ് വാട്ടറിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ആൻഡ് ഇറ്റ് കോസസ് gastrointestinal diseases. Second one is oxygen depleting wastes. These are organic wastes and it can be decomposed by aerobic bacteria. Aerobic bacteria എന്ന് പറയുന്നത് ഓക്സിജൻ കൺസ്യൂമിങ് ബാക്ടീരിയ ആണ്. ഓക്സിജൻ കൺസ്യൂമിങ് ബാക്ടീരിയയ്ക്ക് ഈ ഓർഗാനിക് വേസ്റ്റുകളെ ഡീകമ്പോസ് ചെയ്യുവാൻ കഴിയും. ആൻഡ് ലാർജ് പോപ്പുലേഷൻസ് ഓഫ് ബാക്ടീരിയ സപ്പോർട്ടഡ് ബൈ ദീസ് വേസ്റ്റ്സ്. ഈ വേസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന ലാർജ് പോപ്പുലേഷൻസ് ഓഫ് ബാക്ടീരിയ വാട്ടറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഓക്സിജനെ യൂസ് ചെയ്താണ് വേസ്റ്റിൻ്റെ ക്വാളിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് വാട്ടർ ക്വാളിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുന്നു. ആൻഡ് ടു മച്ച് ഓർഗാനിക് മാറ്റർ വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ഓക്സിജൻ എല്ലാം യൂസ് ചെയ്യപ്പെടും. അതുവഴി ഫിഷിൻ്റെയും ഓക്സിജൻ ഡിപ്പെൻഡൻ്റായ മറ്റ് ഫോംസ് ഓഫ് അക്വാട്ടിക് ലൈഫിൻ്റെയും ഡെത്ത് സംഭവിക്കുന്നു. Third one is inorganic plant nutrients. These are water soluble nitrates and phosphates. Water soluble ആയ നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും ഒക്കെയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് കോസസ് ദ എക്സസീവ് ഗ്രോത്ത് ഓഫ് ആൽഗെ ആൻഡ് അതർ അക്വാട്ടിക് പ്ലാന്റ്സ്. ആൽഗയുടെയും മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സിനെയും ഒക്കെ എക്സസീവ് ഗ്രോത്തിന് ഈ നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും കാരണമാകുന്നു. എക്സസീവ് ഗ്രോത്ത് ഓഫ് ആൽഗെ ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ഡ്യൂ ടു ആഡഡ് ന്യൂട്രിയൻസ് ഇസ് കോൾഡ് യൂട്രോഫിക്കേഷൻ. ആഡഡ് ന്യൂട്രിയൻസ് കാരണം ആൽഗയുടെയും അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെയും എക്സസീവ് ഗ്രോത്ത് സംഭവിക്കുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മേ ഇൻ്റർഫിയർ വിത്ത് ദ യൂസ് ഓഫ് ദ വാട്ടർ ബൈ ക്ലോഗിംഗ് വാട്ടർ ഇൻടേക്ക് പൈപ്സ്, ചേഞ്ചിങ് ദ ടേസ്റ്റ് ആൻഡ് ഓർഡർ ഓഫ് വാട്ടർ ആൻഡ് കോസ് എ ബിൽഡപ്പ് ഓഫ് ഓർഗാനിക് മാറ്റർ. ആൻഡ് ഇത് വാട്ടർ ഇൻടേക്ക് പൈപ്സിനെ ക്ലോഗ് ചെയ്തുകൊണ്ടും അടച്ചുകൊണ്ടും
വാട്ടറിൻ്റെ ടേസ്റ്റും ഓർഡറും ചേഞ്ച് ചെയ്തുകൊണ്ടും വാട്ടറിൻ്റെ യൂസിൽ ഇൻ്റർഫെയർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് കോസ് എ ബിൽഡപ്പ് ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിൻ്റെ ബിൽഡപ്പിനും ഇത് കാരണമാകുന്നു. ആസ് ദ ഓർഗാനിക് മാറ്റർ ഡീക്കേസ് ഓക്സിജൻ ലെവൽസ് ഡിക്രീസ് ആൻഡ് ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് സ്പീഷീസ് ഡൈ. ഓർഗാനിക് മാറ്റർ ഡീക്കേ ചെയ്യുന്തോറും ഓക്സിജൻ ലെവൽ ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ഫിഷിൻ്റെയും മറ്റ് അക്വാട്ടിക് സ്പീഷീസിൻ്റെയും ഡെത്തിനും ഇത് കാരണമാകുന്നു. Fourth one is water-soluble inorganic chemicals. These are acids, salts and compounds of toxic metals. High levels of these chemicals can make the water unfit to drink, harm fish and other aquatic life, reduce crop yields and accelerate corrosion of equipment that use this water. Water-soluble inorganic chemicals എന്ന് പറയുന്നത് ആസിഡ്സും സോൾട്ട്സും ടോക്സിക് മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സും ഒക്കെയാണ്. ആൻഡ് ഈ കെമിക്കൽസ് വാട്ടറിൽ ഹൈ ലെവൽസിൽ പ്രസൻറ്റ് ആണെങ്കിൽ ഇറ്റ് മേക്സ് വാട്ടർ അൺഫിറ്റ് ടു ഡ്രിങ്ക്, harm fish and other aquatic life, reduce crop yields and ഈ വാട്ടർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റിൻ്റെ കൊറോഷൻ ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫിഫ്ത്ത് വൺ ഇസ് ഓർഗാനിക് കെമിക്കൽസ്. ദീസ് ഇൻക്ലൂഡ്സ് ഓയിൽ, ഗ്യാസോലൈൻ, പ്ലാസ്റ്റിക്സ്, പെസ്റ്റിസൈഡ്സ്, ക്ലീനിങ് സോൾവെൻറ്റ്സ്, ഡിറ്റർജൻറ്റ്സ് ആൻഡ് മെനി അതർ കെമിക്കൽസ്. അപ്പോൾ ഓർഗാനിക് കെമിക്കൽസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഓയിൽ, ഗ്യാസോലൈൻ, പ്ലാസ്റ്റിക്സ്, പെസ്റ്റിസൈഡ്സ്, ക്ലീനിങ് സോൾവെൻറ്റ്സ്, ഡിറ്റർജൻറ്റ് ആൻഡ് മെനി അതർ കെമിക്കൽ. And these are harmful to aquatic life and human health. Sixth one is sediment of suspended matter. These are insoluble particles of soil and other solids that become suspended in water. വാട്ടറിൽ സസ്പെൻഡഡ് ആകുന്ന സോയിലിൻ്റെയും മറ്റ് സോളിഡ്സിൻ്റെയും ഇൻസോളിബിൾ പാർട്ടിക്കിൾസ് ആണ് സെഡിമെൻറ്റ് ഓഫ് സസ്പെൻഡഡ് മാറ്റർ. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് വെൻ സോയിൽ ഈസ് എറോഡഡ് ഫ്രം ദ ലാൻഡ്. ലാൻഡിൽ നിന്നും സോയിൽ എറോഷൻ സംഭവിക്കുമ്പോഴാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. ഹൈ ലെവൽസ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് സസ്പെൻഡഡ് ഇൻ വാട്ടർ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ പെനട്രേഷൻ ഓഫ് സൺലൈറ്റ്. അതായത് വാട്ടറിൽ സസ്പെൻഡഡ് ആകുന്ന ഹൈ ലെവൽസ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് സൺലൈറ്റിൻ്റെ പെനട്രേഷനുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ഓഫ് അക്വാറ്റിക് പ്ലാന്റ്സ് ആൻഡ് ആൽഗെ, ഡിസ്റപ്റ്റിംഗ് ദ എക്കോളജിക്കൽ ബാലൻസ് ഓഫ് ദ അക്വാറ്റിക് ബോഡീസ്. ആൻഡ് വാട്ടറിൽ സസ്പെൻഡഡ് ആകുന്ന ഈ ഇൻസോളിബിൾ പാർട്ടിക്കിൾസ് അക്വാറ്റിക് പ്ലാന്റ്സിൻ്റെ ആൻഡ് ആൽഗീസിൻ്റെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദെയർ ബൈ അക്വാറ്റിക് ബോഡീസിൻ്റെ എക്കോളജിക്കൽ ബാലൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു. സെവൻത്ത് വൺ ഇസ് വാട്ടർ സോളിയബിൾ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ്. They are concentrated in various tissues and organs as they pass through food chains and food webs. ഈ വാട്ടർ സോളിയബിൾ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വേരിയസ് ടിഷ്യൂസിലും ഓർഗൻസിലുമാണ്. ആൻഡ് ഇത് ഫുഡ് ചെയിൻസിലും ഫുഡ് വെബ്സിലൂടെയുമാണ് പാസ് ചെയ്യുന്നത്. Ionizing radiation emitted by such isotopes can cause birth defects, cancer and genetic damage. ഈ ഐസോടോപ്സ് എമിറ്റ് ചെയ്യുന്ന അയണൈസിംഗ് റേഡിയേഷൻ ബർത്ത് ഡിഫക്ട്സിനും ക്യാൻസറിനും ജനറ്റിക് ഡാമേജിനും കാരണമാകുന്നു. Eighth one is hot water. Hot water let out by power plants and industries that use large volumes of water to cool the plant. തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ പ്ലാന്റ് കൂൾ ചെയ്യുന്നതിനായിട്ട് ഇൻഡസ്ട്രീസ് ലാർജ് വോളിയൂംസ് ഓഫ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഹോട്ട് വാട്ടർ ഓൾസോ കോസസ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ലോക്കൽ വാട്ടർ ബോഡീസ്. ലോക്കൽ വാട്ടർ ബോഡീസിലെ ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് കാരണമാകുന്നു. നയൻത് വൺ ഇസ് ഓയിൽ. ഓയിൽ വാഷ്ഡ് ഇൻ ടു സർഫേസ് വാട്ടർ ഇൻ റൺ ഓഫ് ഫ്രം റോഡ്സ് ആൻഡ് പാർക്കിംഗ് ലോഡ്സ്. റോഡ്സിൽ നിന്നും പാർക്കിംഗ് ലോഡ്സിൽ നിന്നുമുള്ള റൺ ഓഫിൽ നിന്നും സർഫേസ് വാട്ടറിലേക്ക് കലരുന്ന ഓയിൽ, ഇതും വാട്ടർ പൊല്യൂഷൻ്റെ ഒരു കോസാണ്. ഇറ്റ് പൊല്യൂട്ട്സ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിനെ ഇത് പൊല്യൂട്ട് ചെയ്യുന്നു. സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് പോയിന്റ് സോഴ്സസ്, സെക്കൻഡ് വൺ ഇസ് ഡിഫ്യൂസ്ഡ് സോഴ്സസ്. പോയിന്റ് സോഴ്സസ്, സോഴ്സസ് വിച്ച് ക്യാൻ ബി റെഡിലി ഐഡൻറ്റിഫൈഡ് അറ്റ് എ സിംഗിൾ ലൊക്കേഷൻ. ഒരു സിംഗിൾ ലൊക്കേഷനിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന സോഴ്സസ് ആണ് പോയിന്റ് സോഴ്സസ്. ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രീസ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, ആക്റ്റീവ് ആൻഡ് അബാൻഡൻഡ് അണ്ടർഗ്രൗണ്ട് കോൾ മൈൻസ്, ഓഫ് ഷോർ ഓയിൽ വെൽസ്, ഓയിൽ ടാങ്കേഴ്സ്. Second one is diffused sources or non-point sources. Sources of generalized discharge of wastewater whose location cannot be easily identified. ഡിഫ്യൂസ്ഡ് സോഴ്സസിൻ്റെ കേസിൽ വേസ്റ്റ് വാട്ടറിൻ്റെ ഡിസ്ചാർജ് ജനറലൈസ്ഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നായിരിക്കും. ആൻഡ് ഈ സോഴ്സസിൻ്റെ ലൊക്കേഷൻ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യുവാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ റൺ ഓഫ് ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്സ്, ഫോറസ്ട്രി, മൈനിങ്, കൺസ്ട്രക്ഷൻ ഏരിയാസ് എക്സെട്ര. Next is what are the control measures for water pollution? First one is input control. That is, pollutants should be prevented from being generated in the first place. First placeil നിന്നും
പൊല്യൂട്ടൻസ് ജനറേറ്റഡ് ആകുന്നതിന് മുൻപ് തന്നെ ഇറ്റ് ഷുഡ് ബി പ്രിവെൻറ്റഡ്. Second one is output control. To control the pollutants and or its effect after it has been produced. ഈ പൊല്യൂട്ടൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതിന് ശേഷം ഈ പൊല്യൂട്ടൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റിനെ കൺട്രോൾ ചെയ്യുക. തേർഡ് വൺ ഇസ് ഡെവലപ്പിംഗ് ഓഫ് പ്രോപ്പർ സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റ് സിസ്റ്റംസ്. പ്രോപ്പർ സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. അതുവഴി ഇൻകമിംഗ് പോയിന്റ് സോഴ്സസ് ഓഫ് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യുവാൻ കഴിയും. ഫോർത്ത് വൺ ഇസ് എക്സ്റ്റെൻസീവ് അഫോറസ്റ്റേഷൻ. എക്സ്റ്റെൻസീവ് അഫോറസ്റ്റേഷൻ വഴി നോൺ പോയിന്റ് സോഴ്സസ് ഓഫ് പൊല്യൂഷനെ മിനിമൈസ് ചെയ്യുവാൻ കഴിയും. ഫിഫ്ത്ത് വൺ ഇസ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. അതായത് ഡൊമസ്റ്റിക് വാട്ടറും ഇൻഡസ്ട്രിയൽ വാട്ടറും റിക്വയർഡ് ലെവൽ അല്ലെങ്കിൽ റിക്വയർഡ് ഡിഗ്രി ഓഫ് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡിസ്പോസ് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ലോസ്. പൊല്യൂഷൻ കൺട്രോൾ ലോസ് സ്ട്രിക്ട്ലി എൻഫോഴ്സ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് റൂട്ട് സോൺ പ്രോസസ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റൂട്ട് സോൺ പ്രോസസ് എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി തെർമാക്സ് ഡെവലപ്ഡ് ബൈ തെർമാക്സ്. ഇറ്റ് ഇൻവോൾവ്സ് റണ്ണിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ ത്രൂ ദ റൂട്ട് സോൺസ് ഓഫ് സ്പെഷ്യലി ഡിസൈൻഡ് റീഡ് ബെഡ്സ്. ഈ സിസ്റ്റത്തിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ സ്പെഷ്യലി ഡിസൈൻഡ് റീഡ് ബെഡ്സിൻ്റെ റൂട്ട് സോൺസിലൂടെ റൺ ചെയ്യിക്കുന്നു. റീഡ്സ് ആർ എസെൻഷ്യലി വെറ്റ് ലാൻഡ് പ്ലാന്റ്സ് ഹാവ് ദ കപ്പാസിറ്റി ടു അബ്സോർബ് ഓക്സിജൻ ഫ്രം ദ സറൗണ്ടിങ് എയർ ത്രൂ ദെയർ സ്റ്റൊമാറ്റൽ ഓപ്പണിങ്സ്. റീഡ്സ് എന്ന് പറയുന്നത് വെറ്റ് ലാൻഡ് പ്ലാന്റ്സ് ആണ് ആൻഡ് ദേ ഹാവ് ദ കപ്പാസിറ്റി ടു അബ്സോർബ് ഓക്സിജൻ. അതായത് ഈ റീഡ്സിന് അതിൻ്റെ സ്റ്റൊമാറ്റൽ ഓപ്പണിങ്സ് വഴി സറൗണ്ടിങ് എയറിൽ നിന്നും ഓക്സിജൻ അബ്സോർബ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. Oxygen is pushed through the porous stem of the reeds into hollow roots where it enters the root zone and creates conditions suitable for the growth of numerous bacteria and fungi. And ഈ ഓക്സിജൻ റീഡ്സിൻ്റെ പോറസ് സ്റ്റെം വഴി ഹോളോ റൂട്ട്സിലേക്ക് പുഷ് ചെയ്യുന്നു. അവിടെ ഈ ഓക്സിജൻ റൂട്ട് സോണിലേക്ക് എൻ്റർ ചെയ്യുന്നു ആൻഡ് ബാക്ടീരിയയുടെയും ഫംഗിയുടെയും ഗ്രോത്തിനായുള്ള സ്യൂട്ടബിൾ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദീസ് മൈക്രോ ഓർഗാനിസംസ് ഓക്സിഡൈസ് ഇംപ്യൂരിറ്റീസ് ഇൻ ദ വേസ്റ്റ് വാട്ടേഴ്സ് സോ ദാറ്റ് ദ വാട്ടർ വിച്ച് ഫൈനലി കംസ് ഔട്ട് ഇസ് ക്ലീൻ. ആൻഡ് ഈ മൈക്രോ ഓർഗാനിസംസ് വേസ്റ്റ് വാട്ടറിലെ ഇംപ്യൂരിറ്റീസിനെ എല്ലാം ഓക്സിഡൈസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി വരുന്ന വാട്ടർ എന്ന് പറയുന്നത് വാട്ടർ വിച്ച് കംസ് ഔട്ട് ഫൈനലി ഈസ് ക്ലീൻ. Hope you all understand about water pollution. Thank you.